സിറോ മലബാർ സഭ കുർബാന തർക്കത്തിൽ പുരോഹിതർക്കെതിരെ പോലീസിൽ പരാതി നൽകി സഭാ നേതൃത്വം. ബിഷപ്പ് ഹൌസിനകത്ത് പ്രതിഷേധിക്കുന്ന 21 വൈദികർക്കെതിരെയാണ് പരാതി നൽകിയത്. ഇതിനിടെ ബിഷപ്പ് ഹൌസിന് പുറത്ത് വിശ്വാസികളും തമ്മിലടിച്ചു. സഹിൻ ആന്റണിയുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. സഹിൻ, വൈദികരുടെ പ്രതിഷേധം, ഒരിടത്ത് വിശ്വാസികളുടെ പ്രതിഷേധം, ഈ ദൃശ്യങ്ങളിൽ നിന്ന് വിശ്വാസികൾ തമ്മിലുള്ള പ്രതിഷേധം അല്പം കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് കരുതുന്നത്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? അതിന് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. പള്ളിക്കകത്തും പുറത്തുമെല്ലാം വിശ്വാസികളും പുരോഹിതരുമെല്ലാം തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വിശ്വാസികളുടെ ഒരു വിഭാഗം ഇവിടെയുണ്ട്. എന്താണ് ഈ പള്ളിയിൽ പോരുന്നത് തന്നെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. യേശുക്രിസ്തു പറഞ്ഞേക്കണ അക്രമം പാടില്ലെന്നാണ്. പക്ഷെ ആക്രമിച്ചുകൊണ്ട് തന്നെ പള്ളി പിടിച്ചെടുക്കാനുള്ള പരിപാടിയാണോ? അല്ല, ഞങ്ങൾ പള്ളി പിടിച്ചെടുക്കുന്നില്ല. ഞങ്ങളുടെ പള്ളി ഞങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് പിടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും. ഇന്നലെ അവിടെ കിടന്ന് പരസ്പരം തമ്മിലടിക്കണ്ടായിരുന്നു. ഇല്ല, അത് ഇവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതായത് തരിയൻ ഞാളിയത്ത് എന്ന് പറയുന്നത്, ഞങ്ങൾ തെറിയൻ ഞാളിയത്ത് എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി 3-4 ഗുണ്ടകൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ മാരക ആയുധങ്ങളുമായി ഞങ്ങളുടെ വിശ്വാസികളെ എന്ന് വെച്ചാൽ ഇവിടെ അകത്തുള്ള വൈദികരെ പിന്തുണച്ചുകൊണ്ടെത്തിയ വിശ്വാസികളെ തെറി പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അതിന് പ്രതിരോധിക്കുക മാത്രമാണ് ഉണ്ടായത്. അത് പ്രതിരോധിക്കും. ഞാൻ പറയില്ല, ഇതിപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ, ഉപവാസവും പ്രാർത്ഥനയൊക്കെ ഇവിടെ തുടരുന്നുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഞങ്ങൾ കർത്താവ് ചാട്ടവാറെടുത്ത പോലെ ശുദ്ധീകരണത്തിന് ഞങ്ങൾ തയ്യാറാണ്. മേടിക്കും മുഴുവൻ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. നമ്മൾ ഈ ഇവിടെ ക്രിമിനൽസ് ആണ്. കൂരിയയിലുള്ള 4 വ്യക്തികളാണ് പുതുതായിട്ട് വെച്ചിട്ടുള്ളത്. 4 പേരും പ്രഗത്ഭരായ ക്രിമിനൽസാണ്. ഒരാൾ 16 കേസുകളിൽ 2ാം പ്രതിയായിട്ട് ആലഞ്ചേരിയുടെ ഒപ്പം ജാമ്യം. പുരോഹിതരെ കുറിച്ചൊക്കെ തന്നെയാണ് ഈ പറയുന്നത്. പുരോഹിതൻ ഞങ്ങളുടെ ഇപ്പോഴത്തെ ചാൻസലറായി ചുമതലപ്പെടുത്തിയിട്ടുള്ള ജോഷി പുതുവ എന്ന വൈദികനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. 16 ക്രിമിനൽ കേസുകളിൽ 2ാം പ്രതിയാണ് അദ്ദേഹം. ആലഞ്ചേരിയുടെ ഒപ്പം ജാമ്യത്തിലാണ് 7 കേസുകളിൽ. മറ്റൊരാൾ കൊറോണ കാലത്ത് കോവിഡ് കിറ്റിൽ കോടികൾ വെട്ടിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് പണപ്പെട്ടിയുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്, പ്രൊക്കുറേറ്റർ. മറ്റൊരാൾ ഭാരതമാത കോളേജിൻ്റെ മാനേജറായിരിക്കുമ്പോൾ അവിടുത്തെ നിയമനത്തിലും മറ്റു കാര്യങ്ങളിലും സാമ്പത്തികമായി ക്രമക്കേട് നടത്തിയതിന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹമാണ് വികാരി ജനറൽ. അങ്ങനെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ളവരെ മാത്രം കൊണ്ട് നിറച്ചിരിക്കുന്ന ഒരു ക്രിമിനൽ കൂരിയയെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഈ ബിഷപ്പ് ഹൗസ് ഇപ്പോൾ പിടിച്ചെടുത്തേക്കണോ? ബിഷപ്പ് ഹൗസ് ഞങ്ങളുടെ വൈദികരുടെ ഭവനമാണത്. അവരുടെ അതായത് പെർമനന്റ് അഡ്രസ്സ് എന്ന് പറയുന്ന അവരുടെ ID പ്രൂഫിലുള്ളത് ബിഷപ്പ് ഹൗസാണ്. അവർക്ക് ഇങ്ങോട്ട് കഴിഞ്ഞ 2 മാസമായി പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ബലമായി തന്നെ ഞങ്ങളുടെ വൈദികർ അകത്ത് പ്രവേശിച്ചു. അവർ അവിടെ സത്യാഗ്രഹത്തിലാണ്. ഈ കാര്യത്തിലൊരു പൂർണ്ണ തീരുമാനം ഉണ്ടാകുന്നവർ അവർ തുടരും. അതല്ല, അതിൽ ഞങ്ങൾ പുറത്ത് കാവലുണ്ടാകും. കാരണം ഞങ്ങളുടെ വൈദികരെ പിന്തുണച്ചുകൊണ്ട് ഞങ്ങളുടെ ആളുകൾ ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ തുടർന്നു. ഇന്ന് രാവിലെ ആളുകൾ കുളിച്ച് റെഡിയാവാനൊക്കെ വീടുകളിലേക്ക് പോയിരിക്കുകയാണ്. അതിനെ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ബിഷപ്പ് ഹൗസ് ഇവർ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബിഷപ്പ് ഹൗസ് ഞങ്ങളുടെ ബിഷപ്പ് ഹൗസാണ്. ഞങ്ങൾ പിടിച്ചെടുക്കണമെന്നാ ഞങ്ങളുടെ ബിഷപ്പ് ഹൗസ്, ഞങ്ങളുടെ കാർന്നോന്മാരായിട്ട് ഉണ്ടാക്കിയെടുത്ത ഞങ്ങളുടെ ബിഷപ്പ് ഹൗസ്, ഞങ്ങളുടെ പള്ളികൾ, അത് ഞങ്ങളുടേതാണ്. അത് പിടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിലവിൽ മുൻപുണ്ടായിരുന്ന ആളുകളെ ഒന്നും ഇങ്ങോട്ട് കയറ്റില്ല. ഇനി അല്ല, അവരകത്തുണ്ട്. ഞങ്ങളെ കയറ്റാതെ അവർ പോലീസിനെ ഉപയോഗിച്ച് ഗേറ്റ് ബന്ദോബസ്താക്കി അവർ അകത്തിരിക്കുകയായിരുന്നു. ക്രിമിനലുകളായിരുന്നു. അവർ ചാടിപ്പോകുമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് നമുക്കറിയില്ല. എന്തു തന്നെയായാലും പോലീസ് ഈ ഗേറ്റ് ഒരു കാലഘട്ടത്തിലും ഇങ്ങനെ പൂട്ടിയിടാറില്ല. തുടർച്ചയായി പൂട്ടിയിട്ടിരിക്കുകയാണ്. ആർക്കും പ്രവേശനമുള്ള ഒരു തകർത്തകത്ത് കയറും. അല്ല, ആവശ്യം വന്നാൽ ഇനിയും കയറും. ഞങ്ങളുടെ വൈദികർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങളത് ആ വാതിൽ തന്നെ തകർത്ത് ഞങ്ങളകത്ത് കയറും. ഒരു സംശയം വേണ്ട. അതായത് അക്രമത്തിന് ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ അക്രമത്തിലേക്ക് ഞങ്ങളെ വലിച്ചഴിപ്പിക്കുന്നത് ഇവിടുത്തെ സഭാ നേതൃത്വമാണ്. നമ്മൾ ഒരിക്കലും അതിന് വില്ലിംഗ് അല്ല. ഞങ്ങൾ പ്രാർത്ഥനയും സത്യാഗ്രഹവും ഉപവാസവുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇനിയും
ഒരു ഘട്ടം കഴിഞ്ഞാൽ ചാട്ടവാർ എടുക്കേണ്ടി വന്നാൽ അതിനും ഞങ്ങളുടെ വിശ്വാസ സമൂഹം തയ്യാറാണ്. അതാണ് അതിരായി പറയുന്നത് പോലെ തന്നെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ആ പ്രാർത്ഥനയൊക്കെ മാറ്റിവെച്ച് ചാട്ടവാറൊക്കെ എടുക്കേണ്ടി വരുമെന്നാണ് ഇവർ പറയുന്നത്. കാണുന്ന പോലെ അച്ഛന്മാരും പുരോഹിതരും എല്ലാവരും തന്നെ പുരോഹിതരും വിശ്വാസികളും എല്ലാവരും ഈ ബിഷപ്പ് ഹൗസിന് മുന്നിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഇവർക്കൊരു ഉള്ളിൽ 21 പുരോഹിതരുണ്ട്. അവർക്കെതിരെയാണ് ഇപ്പോൾ സഭാ നേതൃത്വം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ആ 21 പേർക്കെതിരെ നടപടിയെടുക്കണമെന്നും പുറത്ത് അക്രമം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് സഭാ നേതൃത്വത്തിൻ്റെ ആവശ്യം. എന്നാൽ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ബിഷപ്പ് ഹൗസിലേക്ക് ഞങ്ങളെ കയറ്റുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും രണ്ട് കൂട്ടർക്കും അനുകൂലമായ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടരും തമ്മിലടിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആതിര, പിന്നെ എന്തായാലും ബിഷപ്പ് ഹൗസിന് പുറത്തിപ്പോഴും പ്രതിഷേധം തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ്. ഈ സിറോ മലബാർ സഭാ കുർബാന തർക്കത്തിലാണ് ഇത്തരത്തിൽ സഭാ നേതൃത്വം പരാതി നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്.